ഹായ് വെൽക്കം ടു സീറോ ടു ഹീറോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വിഭവം പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കും കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കും നല്ലോണം വെയിലുണ്ട് പണിയെടുക്കണ പുരുഷന്മാർക്കും എന്തിനു പറയണം, ചെറിയ കുട്ടികൾക്ക് വരെ ഉപകാരപ്പെടുന്ന നല്ല അടിപൊളി ഒരു ഉള്ളിക്കോയിന്റെ റെസിപ്പിയാണ് ഇത്. നല്ല നാടൻ കോഴി കൊണ്ട് തന്നെ തയ്യാറാക്കണം. അപ്പൊ ഇതെങ്ങനെയാ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ നാടൻ കോഴി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ കടയിൽ നിന്ന് ആ കുത്തി വെച്ച് വലുതാക്കണ കോഴി എന്നതിന് പറ്റൂല മക്കളെ. ഇതേപോലെ നല്ല നാടൻ കോഴീനെ അങ്ങോട്ട് എടുത്തോളി. ഇനി ഇതൊരു കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുക്കറിലേക്ക് ഇങ്ങനെ ഫുള്ള് ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിലാറെ ഒന്നും കൂടി വലിയ കുക്കർ എടുക്കാമായിരുന്നു. ഇതൊരു 1.5 കിലോനില്ല, ഒരു 1.25 കിലോന് ചിക്കൻ ഇത് ഉണ്ടാകും. അപ്പൊ ദാ ലാസ്റ്റ് ഈ കാലും കൂടി കണ്ടോ, കാലൊന്നും കൊള്ളാത്ത അവസ്ഥ വന്നു. ഇത് അത്യാവശ്യം വലിയ പീസ് ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വരയൊക്കെ ഇട്ടിട്ടുണ്ട്, മസാലയ്ക്ക് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും കൂടി ഇതേപോലെ ഇട്ടിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യം ഒരു 30 ചെറിയുള്ളിയാണ്. മെയിൻ ആയിട്ട് ഇതിലേക്ക് ആവശ്യം ചെറിയുള്ളിയാണ്. ചെറിയുള്ളി എത്രത്തോളം കൂടുന്നതോ അത്രത്തോളം ടേസ്റ്റും കൂടും. കൂടെ 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇതിലേക്ക് ആവശ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി, കൂടെ 2 ടീസ്പൂൺ കുരുമുളക്. ഈ കറിക്ക് ആ ഒരു കുരുമുളകിന്റെ ടേസ്റ്റ് ആണ് മുന്നിലേക്ക് നിൽക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പ് ഇടാൻ മറന്നു, കറിവേപ്പ് പറയാൻ മറന്നു. ഇത് നല്ല ഇളമ കറിവേപ്പ് ഇവിടെ തന്നെ ഉണ്ടായതാണ്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തോളി. ഇങ്ങനെ ഇളക്കല് നടക്കൂല. അപ്പൊ ഈ പരിപാടി ഇവിടെ നിർത്തിങ്ങാണ്ട് ഇങ്ങനെ കൊടഞ്ഞങ്ങട്ട് ഇളക്കി കൊടുത്തോളി. ആ ഒരു കുരുമുളകിന്റെയും ആ ഒരു നല്ല ജീരകത്തിന്റെ ഒക്കെ ടേസ്റ്റ് ആണ് ഇതിലേക്ക് മുന്നിട്ട് നിൽക്കുക. ഇതിപ്പോ കുടഞ്ഞ് നന്നായിട്ട് മിക്സ് ആക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം വെള്ളമാണ്. കാലൊക്കെ അതാ പുറത്തേക്ക് ചാടുന്നു. പിന്നെ ഇതിലേക്ക് ആവശ്യം വെള്ളമാണ്. ഇതൊരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഇത് ഞാൻ ഒഴിച്ചെടുക്കുന്നത്. ഇത്രയും മതിയാകും. ഇനി കുക്കർ അടച്ചു വെച്ച് സ്റ്റൗ കത്തിച്ച് ഒരു 5 വിസിൽ ഇതേപോലെ നിൽക്കാതെ അങ്ങോട്ട് അടുപ്പിച്ചെടുത്തോളി. ഇതിപ്പോ ഒരു വിസിലേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതുപോലെ 5 വിസിൽ ഇങ്ങോട്ട് അടുപ്പിച്ചെടുക്കുക. വിസിലൊക്കെ അടിച്ച് ആവി ഒന്ന് പോയാല് പിന്നെ ഒരു ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ നെയ്യ്. പിന്നെ പ്രസവിച്ച് കിടക്കണ സ്ത്രീകൾക്കാണ് ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് നെയ്യിൽ തന്നെ തൂമിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയും നെയ്യൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് ചൂടായി വന്നാൽ പിന്നെ ഇതിലേക്ക് ആവശ്യം ഒരു 20 ചെറിയുള്ളിയും കൂടിയാണ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞങ്ങാണ്ട് ഇട്ട് കൊടുക്കുക. ഈ ടൈമിൽ തന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് നടുകെ കീറിയതും കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പൊ ഇതിലേക്ക് ആ പച്ചമുളക് ചേർക്കുന്നതിലൂടെ ആ ഒരു പൊരിച്ചൊരു പച്ചമുളകിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറാക്കണം. ഇതാ കണ്ടില്ലേ, ഉള്ളിന്റെ ഇങ്ങനെ കളർ ചേഞ്ച് ആയി വരുന്നു. അപ്പൊ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, കൂടെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യം കുരുമുളകാണ്. നമ്മൾ നേരത്തെ 2 ടീസ്പൂൺ കുരുമുളക് ഇട്ടു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് നന്നായിട്ട് അതിൻ്റെ മസാലിൻ്റെ പച്ചമണൊക്കെ മാറോളം നന്നായിട്ട് ഇങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം ആ മസാലകൾ നല്ലോണം അങ്ങോട്ട് വെന്ത് വരണം. തിളക്കണുണ്ടല്ലേ, ഇതേപോലെ കരിയൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ വിസിലടുപ്പിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ കൂട്ടും കൂടി ഇങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ അങ്ങോട്ട് ഇളക്കി കൊടുത്തോളി. നമ്മൾ സാധാ ചിക്കൻ്റെ പോലെ ഉടയണ പ്രശ്നമൊന്നും ഇതിനില്ല, നാടൻ കോഴി ആയതുകൊണ്ട്. പിന്നെ ഞാനൊരു 2 തണ്ട് കറിവേപ്പും കൂടെ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തേക്കണേ. എൻ്റെ ആ തണ്ടുമെന്നും ആ ഒരു ടേസ്റ്റ് ഇതിലേക്ക് ഇറങ്ങാണ്ട്. അപ്പോൾ തണ്ടോടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്ന് വറ്റിച്ചെടുത്ത് ആ ഒരു മസാലൻ്റെയും ഇതൊക്കെ ഇതിലേക്ക് ഒന്നും കൂടി ഇങ്ങോട്ട് പിടിച്ച് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ആ മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ച് അടിപൊളിയായി കിട്ടും. പിന്നെ ഇതുപോലെ നാടൻ കോഴിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഉള്ളിക്കോഴി ആക്കി തന്നെ വെക്കണം. അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നെയ്ച്ചോറിന്റെ കൂടെയും പിന്നെ തൂമിച്ചോറില്ലേ, തൂമിച്ചോറിന്റെ കൂടെയൊക്കെ അടിപൊളി കേട്ടോ. എന്തിനു പറയണം, വെറും ചോറ്, പുട്ട്, ദോശ, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ ഒന്നിനൊന്നിന് മെച്ചം. പിന്നെ നാടൻ കോഴി വറുത്തരച്ചൊക്കെ കറി വെച്ചാൽ അതും ടേസ്റ്റാണ്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടോളി. കൂടെ ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇതിപ്പോ വെള്ളമൊക്കെ വറ്റി കണ്ടില്ലേ, നല്ല അടിപൊളി കട്ടിയുള്ള ഗ്രേവി ആയിട്ട് തന്നെ വന്നിക്കണ്.
നമുക്ക് ഇത് ഓഫാക്കാം. അത്രയും മതിയാകും. വെന്ത് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊന്നും കമന്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കല്ലിട്ടോ മക്കളെ. അപ്പൊ ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.